കേരളത്തിന്റെയും ഇന്ത്യയുടെയൊക്കെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മറക്കാൻ കഴിയാത്ത അതുല്യരായ വ്യക്തി പ്രഭാവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പല ഭാഷകൾക്കും ലിപി ഉണ്ടാക്കിയത് അങ്ങനെ വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ്. പല ഭാഷകൾക്ക് ലിപി ഉണ്ടായിരുന്നില്ല, ആ ഭാഷകൾക്ക് ലിപി ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. പള്ളിയോട് ചേർന്ന് പള്ളിക്കുടം ഉണ്ടാക്കി ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും വ്യത്യാസമില്ലാതെ വർണ്ണവർഗ വിവേചനമില്ലാതെ പഠിക്കാൻ അവസരമൊരുക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. പത്രം വായിക്കാൻ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ചതുര വടിവിലുള്ള മലയാള അക്ഷരത്തെ നമ്മൾ ഇന്ന് കാണുന്ന അക്ഷരമാക്കി മാറ്റിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അടിമകൾക്ക് പഠിക്കാൻ അവസരം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. സ്ത്രീകൾക്ക് ആദ്യമായി സ്കൂൾ ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അടിമ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. സതി പോലുള്ള ദുരാചാരങ്ങൾ നിർത്തലാക്കാൻ രാജാ റാം റോയ് പോലെയുള്ള ആളുകളെ പ്രേരിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഈ ചരിത്രമൊക്കെ ടീച്ചർ പഠിക്കണം. തെക്കൻ തിരുവിതാംകൂറിൽ ചാൾസ് മീഡിനെ പോലുള്ളവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അടിമക്കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിച്ചതൊക്കെ ടീച്ചർക്ക് അറിയാമോ? കേണൽ മൺറോയെ കുറിച്ച് അറിയാമോ? ഇവിടെ അടിമക്കച്ചവടം നിർത്തലാക്കാൻ, മനുഷ്യനെ അടിമക്കച്ചവടം ചെയ്തിരുന്നത് നിർത്തലാക്കാൻ പ്രയത്നിച്ച കേണൽ മൺറോയെ അറിയാമോ? പത്രം വായിക്കാൻ പഠിപ്പിച്ച ഹെർമൻ ഗുണ്ടർട്ടിനെ അറിയാമോ? ഇന്ന് കാണുന്ന രൂപത്തിൽ മലയാളത്തിന്റെ ലിപിയെ, മലയാള അക്ഷരങ്ങളെ ആക്കി തീർത്ത ബെഞ്ചമിൻ ബെയ്ലിയെ അറിയാമോ? അടിമകളെ സംരക്ഷിച്ച ഹെൻറി ബേക്കറിനെ അറിയാമോ? ഇനി ടീച്ചർ അറിയേണ്ട ഒരുപാട് ആളുകളുണ്ട്. വില്യം കേറി അറിയാമോ? രാജാ റാം റോയിയെ സതി നിർത്തലാക്കാൻ പ്രേരിപ്പിച്ച വില്യം കേറി അറിയാമോ? വില്യം ടോബിയാസിനെ അറിയാമോ? ഇവരൊക്കെ കേരളത്തിന്റെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ അതുല്യമായ സംഭാവനകൾ നൽകിയ ക്രിസ്ത്യൻ മിഷണറിമാരാണ്. വിദ്യാഭ്യാസം അവർ നൽകിയത് സുവിശേഷത്തിന്റെ ഭാഗമായിട്ടാണ്. അത് മതപരിവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല. ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ വ്യത്യാസമില്ലാതെ ടീച്ചറുടെയൊക്കെ പൂർവികർക്ക് അത്തരം വ്യത്യാസങ്ങളില്ലാതെ ഇരുന്ന് പഠിക്കാൻ അവസരമൊരുക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഈ സുവിശേഷത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എല്ലാ മനുഷ്യർക്കുമുള്ള രക്ഷാ സന്ദേശമാണിതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ മനുഷ്യരോടുമുള്ള സ്നേഹത്തിന്റെ ഫലമായിട്ടാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ വന്ന് ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തത്. ജാതി മത വേർതിരിവുകളില്ലാതെ വിദ്യാഭ്യാസം കൊടുത്തത്, വസ്ത്രമൊടുക്കാൻ പഠിപ്പിച്ചത് ഈ സുവിശേഷത്തിന്റെ ഭാഗമായിട്ടാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു എന്നാണ് അതിന്റെ ഉത്തരം.